സഖാവ് വി എസിന്റെ ദേഹവിയോഗത്തോടു കൂടി രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു യുഗത്തിന്റെ അന്ത്യം പോലെയാണ് നമുക്ക് വിപ്ലവ കേരളത്തിന്റെ വീരേതിഹാസങ്ങളിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ഇതിഹാസോജ്വലമായ പുന്നപ്രവേലാസം. വി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ പാകപ്പെടുത്തിയത് ഇതിഹാസോജ്വലമായ പുന്നപ്രവേല സമരം. സൗ പി കൃഷ്ണപിള്ളയുടെ നേതൃത്വപാഠവും അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സഹ വി എസ് പുന്നപ്രവേല സമരത്തെ തുടർന്ന് ദീർഘകാലം ഒളിവിൽ പോകാൻ ഇടവന്നു. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലായിരുന്നു ആ കാലഘട്ടത്തിൽ സഹാവ് ഒളിവിൽ താമസിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പാലാ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ഭാഗമെല്ലാം അദ്ദേഹം വിശദീകരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയ സമരങ്ങൾ ഉയർന്നു വന്നപ്പോൾ 1964 32 ആളുകൾ നാഷണൽ കൗൺസിൽ നിന്ന് പുറത്തു വന്നു. ആ 32 പേരിൽ ഒരാൾ നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്നതിൽ ഒരാൾ സഖാവ് വി എസ് ആയി. സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങും കൽപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ടാണ് സഖാവ് വി എസ് ഈ പ്രസ്ഥാനത്തെ നയിച്ചിരുന്നത്. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ കർഷക തൊഴിലാളികൾ അടിമബോധത്തിൽ നിന്ന് അവകാശബോധത്തിലേക്ക് ഉയർത്തിനേൽക്കാൻ അവർക്ക് ധീരമായി നേതൃത്വം കൊടുത്തുകൊണ്ടാക്കി വന്നത് സഖാവ് വി എസ് ആയി. ഇങ്ങനെ കേരളത്തിലെ വിവിധ വർഗപ്രസ്ഥാനങ്ങളുടെ സമരമുഖങ്ങളിൽ, എണ്ണിയാലൊടുങ്ങാത്ത സമരമുഖങ്ങളിൽ ഒരു ജ്വാലയായി സഖാവ് വി എസ് തിളങ്ങി നിന്നിരുന്നു. ജനകീയ പ്രശ്നങ്ങളിലെല്ലാം ജനങ്ങളോടൊപ്പം നിലകൊണ്ടിരുന്നു. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ദീർഘകാലം കേരളത്തിലെ പാർട്ടിയെ അദ്ദേഹം നയിച്ചിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ എന്ന നിലയിലും ദീർഘകാലയളവിൽ പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവെന്ന നിലയിലും ഇതിന്റെ അമരക്കാരൻ എന്ന രൂപത്തിൽ ദീർഘകാലം അതിന്റെ നേതൃത്വ നിലയിൽ പ്രവർത്തിച്ചിരുന്നു. നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പിന്നീട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും അതിനുശേഷം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പാർലമെന്ററി വേദികളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പടയോട്ടങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിൽ എത്തിപ്പെടാത്ത ഒരു പ്രദേശവും ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നവും എല്ലാം രംഗത്തും അദ്ദേഹം ഓടിയെത്തിയിരുന്നു. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞതാണ്. വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ MLA ആയിരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ആ കാലഘട്ടത്തിൽ സഭയെ ധീരമായി നയിക്കുന്ന രംഗത്തും ഒട്ടനവധി പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാനും സഖാവ് വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ പാർട്ടി ലീഡർഷിപ്പിന്റെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും പാതയിൽ നിന്ന് അദ്ദേഹം പാർട്ടി സംഘടനയെ നയിച്ച പോലെ തന്നെ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രംഗത്ത് നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കാലഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുക. അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന രൂപത്തിൽ അവസാന കാലഘട്ടത്തിൽ വലിയ സംഭാവനകൾ ആ രംഗത്തും നൽകിയിരുന്നു. ഇങ്ങനെ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാഷ്ട്രീയ കേരളത്തിൽ ദീർഘകാലം സമര പോരാട്ടങ്ങൾ നെടുനായത്വം വഹിച്ചും ഭരണരംഗങ്ങളിൽ മികവാർന്ന രൂപത്തിൽ ഇടപെട്ടും പാർലമെന്ററി തലങ്ങളിൽ വലിയ സംഭാവന നൽകിയും കേരളത്തിൽ വലിയ രൂപത്തിൽ ജ്വലിച്ചു നിന്ന ഒരു വിപ്ലവ സൂര്യനാണ് സഖാവ് വി എസ്. സഖാവ് എല്ലാ കാലഘട്ടങ്ങളിലും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിൽ വി എസ് ഉണ്ടാവും, ആർക്കും സംശയം വേണ്ട. ആ സഖാവിൻ്റെ വേർപാട്, ആ വിപ്ലവ സൂര്യൻ ഇപ്പോൾ അസ്തമിക്കുന്നില്ല, ജനഹൃദയങ്ങളിൽ അത് ജ്വാലയായി ഉയരും. അതാണ് സൂചിപ്പിക്കാനുള്ളത്. സഖാവിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും.